പ്രിയപ്പെട്ടവരെ, പ്രധാനമായും പത്രങ്ങളിൽ ഇന്ന് നിറഞ്ഞു നിൽക്കുന്ന വാർത്തകൾ നമുക്കൊന്ന് നോക്കാം. ഇന്നലത്തെ വാർത്താ ദിനത്തെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് സ്വിച്ച് ടു ദുരൂഹത എന്ന തലക്കെട്ടിൽ അഹമ്മദാബാദിലെ വിമാനാപകടത്തിൻ്റെ വാർത്തയാണ്. ആ വാർത്തയുടെ അന്വേഷണ റിപ്പോർട്ടാണ് പ്രധാനമായിട്ടും പത്രങ്ങൾ പ്രധാന വാർത്തയായി ലീഡായി നൽകിയിരിക്കുന്നത്. സ്വിച്ച് ടു ദുരൂഹത എന്നാണ് മനോരമയിലെ തലക്കെട്ട്. അഹമ്മദാബാദ് വിമാനാപകടം, ഫ്യൂവൽ സ്വിച്ച് ഓഫായതോ ഓഫാക്കിയതോ? ഒരു ചോദ്യചിഹ്നം. പുകമറ നീങ്ങാതെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. ഒരു സെക്കൻഡിനിടെ 2 സ്വിച്ചുകളും ഓഫ് ആയത് എങ്ങനെ എന്നതിൽ വ്യക്തതയില്ല. ത്രോട്ടിൽ ഹാൻഡിലിന് തൊട്ടു പിന്നിലായിട്ട് 2 ഫ്യൂൽ കൺട്രോൾ സ്വിച്ചുകളുണ്ട്. ഈ ഫ്യൂൽ കൺട്രോൾ സ്വിച്ചുകൾ ഓഫ് മോഡിലാവുകയും പിന്നീട് റൺ മോഡിലേക്ക് ആക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തുകയും ചെയ്തു എന്നുള്ളതാണ് അവരുടെ സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പം ഈ കാര്യത്തെക്കുറിച്ച് വളരെ വിശദമായി തന്നെ പത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്നലെ അന്വേഷണ റിപ്പോർട്ട് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നതുമാണ്. മറ്റൊരു പ്രധാന വാർത്ത, വളരെ വേദനിപ്പിക്കുന്നൊരു വാർത്ത ഉണ്ടായിരുന്നത്, തീപിടിച്ച കാറിനുള്ളിൽപ്പെട്ട ആ 2 കുട്ടികൾ പാലക്കാട് മരിച്ചു എന്നുള്ള വാർത്തയാണ്. അമ്മ ഗുരുതരാവസ്ഥയിലുമാണ് താനും. ഒരു മാരുതി 800 വീട്ടിന്റെ മുറ്റത്ത് അവർ കുറേ നാളായിട്ട് ഓടിക്കാതിട്ടിരുന്നതാണ്. ഒന്ന് കയറി ഓൺ ചെയ്തതേ ഉള്ളൂ. അപ്പോഴേക്ക് സ്പാർക്ക് വന്നു, ഷോർട്ട് സർക്യൂട്ടായി, മുഴുവൻ കാറും തീപിടിച്ചു പോയി. അതിനുള്ളിൽ ഈ കുഞ്ഞുങ്ങളെ കയറ്റിയിരുത്തിയ അമ്മയ്ക്കും കുഞ്ഞുങ്ങൾക്കും പൊള്ളലേറ്റു. ഈ അമ്മയുടെ അമ്മയ്ക്കും പൊള്ളലേറ്റിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 90% പൊള്ളലേറ്റിട്ടുണ്ട് അമ്മയ്ക്ക്. അതിൽ 2 കുഞ്ഞുങ്ങൾ ഇന്നലെ മരിച്ചു എന്നൊരു വാർത്ത വരുന്നു. ആൽഫ്രഡ് മാർട്ടിനും എമിൽ മരിയ മാർട്ടിനും. ഇതാണ് പ്രധാന വാർത്തയായി മനോരമ ആദ്യ പേജിൽ നൽകിയിരിക്കുന്നത്. മാതൃഭൂമിയുടെയും ആദ്യ പേജിൽ പകുതിയോളം ഈ വിമാനാപകടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടിലെ കാര്യങ്ങൾ തന്നെയാണ്. എന്തിനാണ് ഓഫ് ചെയ്തത്, ഞാൻ ചെയ്തില്ല എന്ന് പറയുന്ന പൈലറ്റുമാരുടെ സംഭാഷണം. എന്നിട്ട് തലക്കെട്ടായി കൊടുത്തിരിക്കുന്നത് എങ്കിൽ നടന്നത് ചോദിച്ചിന്. അതാണ് ഇനി അറിയേണ്ടത്. ഇത് എങ്ങനെയാണ് ഈ ഫ്യൂവൽ കൺട്രോൾ സ്വിച്ച് ഓഫ് മോഡിലേക്ക് പോയത് എന്നതാണ്. പറന്നുയർന്നുടനെ പിന്നീട് ഇത് വീണ്ടും റൺ മോഡിലേക്ക് വന്ന് പൂർണ്ണമായിട്ടും പ്രവർത്തനക്ഷമമാൻ 2 മിനിറ്റ് എടുക്കും. ആ സമയം കൊണ്ട് വിമാനം താഴേക്ക് വീഴുകയായിരുന്നു. അതിൽ ഈ കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാംമോഹൻ നായിഡു പറയുന്നുണ്ട്, നിഗമനങ്ങളിലേക്ക് എടുത്ത് ചാടരുത് എന്നൊക്കെ പറഞ്ഞ. അതെ, ഇന്നലെ പൈലറ്റ് അസോസിയേഷൻ പക്ഷേ ഈ കണ്ടെത്തൽ പൂർണ്ണമായിട്ടും നിരാകരിച്ചിട്ടുണ്ട്. പൈലറ്റ് അസോസിയേഷൻ പറയുന്നത് പൈലറ്റുമാരുടെ പിഴവുകളല്ല എന്നുള്ളതാണ്. മാധ്യമത്തിന്റെയും പ്രധാന വാർത്ത, നിലച്ചതെങ്ങനെ എന്ന തലക്കെട്ടോടുകൂടി വിമാനം പറന്നുയർന്നപ്പോൾ എഞ്ചിൻ ഇന്ധന സ്വിച്ചുകൾ ഓഫ് ആയത് എങ്ങനെയാണ് എന്നതാണ് മാധ്യമവും ഇന്നലെ വലിയ വാർത്തയായി നൽകുന്നത്. മറ്റൊന്ന് മാധ്യമത്തിലുള്ളത്, ഫയൽ അധികാരം രജിസ്ട്രാർക്ക് പുനഃസ്ഥാപിച്ച സിൻഡിക്കേറ്റ്. കേരള സർവകലാശാലയിൽ ഫയൽ നീക്കം സ്തംഭിച്ചു. സമ്പൂർണ്ണ ഫയൽ അധികാരം VC-ക്ക് നൽകാനുള്ള നിർദ്ദേശം സേവനദാതാക്കൾ തള്ളി. അനിൽകുമാർ അംഗീകരിച്ച ഫയലുകളിൽ മേൽ നടപടി പാടില്ലെന്ന് VC വക രജിസ്ട്രാർ എന്ന് പറയുന്ന സംഭവം ഇപ്പൊ ഇല്ല. കാര്യം മിനി കാപ്പൻ അതിൽ നിന്ന് പിൻവാങ്ങി. ഇപ്പൊ ചുരുക്കത്തിൽ ഫയൽ നീക്കം പൂർണ്ണമായിട്ടും സ്തംഭിച്ച നിലയിലാണ് സർവകലാശാല. ആ സർവകലാശാലയിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിക്കുന്നത്. ഇതിന് എന്ന് അവസാനം ഉണ്ടാവും. അതാണ് വളരെ പെട്ടെന്നാണ് ഈ കാര്യങ്ങളൊക്കെ ഉരുണ്ടുകൂടിയത്. അതും അനാവശ്യമായൊരു വിവാദത്തിന് പുറത്ത്. ഇത് പരിപാടി സംഘടിപ്പിച്ച പത്മനാഭ സേവാ സമിതിക്കാർ എവിടാണോ എന്തോ. ദേശാഭിമാനിയിലെ പ്രധാന വാർത്ത, വളം സബ്സിഡി കേന്ദ്രം വെട്ടിയത് 84,000 കോടി എന്നാണ് ദേശാഭിമാനി ലീഡ് വാർത്തയായി നൽകുന്നത്. മറ്റൊന്ന്, ഇന്നലെ വയനാട്ടിൽ നടന്നൊരു കയ്യാങ്കളിയുടെ വാർത്തയുണ്ട്. കോൺഗ്രസിന്റെ DCC പ്രസിഡന്റ് നമ്മുടെ ND അപ്പച്ചനെ അടിച്ച് താഴെയിട്ടു. അപ്പോൾ അത് വലിയ വാർത്തയായി നൽകുന്നു. DCC പ്രസിഡന്റിനെ അടിച്ച് താഴെയിട്ടു എന്നാണ് ദേശാഭിമാനി വാർത്ത നൽകിയിരിക്കുന്നത്. S സുരേഷിന് സംഘടനാ ചുമതല നൽകിയേക്കും, BJP പുനഃസംഘടനയിൽ പൊട്ടിത്തെറി എന്നുള്ള വാർത്തയും പത്രം ആദ്യ പേജിൽ തന്നെ പങ്കുവയ്ക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്, അതുകൊണ്ട് എഡിറ്റോറിയൽ ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല. മാതൃഭൂമിയിൽ ആദ്യ പേജിൽ കീമിൽ വിദ്യാർത്ഥികൾ നാളെ സുപ്രീം കോടതിയിലേക്ക് പോവുകയാണെന്ന് വാർത്തയുണ്ട്. ഈ വർഷം +2 മാർക്ക് ഒഴിവാക്കണം എന്നുള്ളതും അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ നിൽക്കുന്നത്. ചുരുക്കത്തിൽ BJP-യിലെ പൊട്ടിത്തെറി, വിമാനാപകടത്തിൻ്റെ കാരണങ്ങൾ, അതേപോലെ കുഞ്ഞുങ്ങളുടെ മരണം. ഇന്നലെ വേറൊരു മരണം റിപ്പോർട്ട് ചെയ്തത് വളരെ വേദനിപ്പിക്കുന്നതായിരുന്നു. അത് നമ്മുടെ വാഗമണ്ണിൽ റിപ്പോർട്ട് ചെയ്ത വാർത്തയായിരുന്നു. ഒരു 4 വയസ്സുള്ള അയാൻ എന്ന് പറയുന്ന കുഞ്ഞിനെയുമായിട്ട് അമ്മ ഇരിക്കുന്ന സമയത്ത് ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷനിലേക്ക് പാഞ്ഞു കയറിയ കാറിടിച്ച ആ കുഞ്ഞ് ദാരുണാന്ത്യം സംഭവിച്ച ദൃശ്യങ്ങളാണ്. വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു ദൃശ്യമായി പോയി. ഇപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ.